ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്ന സിവിയറായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ മാത്രമാണ് എന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താഗതിയിൽ ഈ കഴിഞ്ഞ ഒരു 10 ഇയേഴ്സിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബ്രേക്കപ്പ് ഇഷ്യൂസ്, ഫാമിലി കോൺഫ്ലിക്റ്റ്, കുട്ടികളിൽ ഉണ്ടാകുന്ന ബിഹേവിയറൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ലേണിംഗ് ഇഷ്യൂസ് എന്നിങ്ങനെ പല റീസൺസിന് വേണ്ടി നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണുന്നുണ്ട്. ഇതുപോലെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നവർ അതുകൊണ്ട് തന്നെ ആ സൈക്കോളജിസ്റ്റ് ഏത് ടൈപ്പ് ഓഫ് തെറപ്പിയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നതെന്ന് കൂടി അന്വേഷിക്കാറുമുണ്ട്. PG കഴിഞ്ഞ് നമ്മളൊരു സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അഡ്വൈസിങ് അല്ലെങ്കിൽ ഒരു സങ്കടം കേട്ടിരിക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ ക്ലയൻറ്റ്സ് അൺസാറ്റിസ്ഫൈഡ് ആവുകയും നമ്മുടെ അപ്രോച്ചിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സൈക്കോതെറപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് സയൻറ്റിഫിക് രീതിയിൽ പഠിക്കേണ്ടത് വളരെ എസെൻഷ്യലാണ്. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഇന്ത്യയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് സൈക്കോതെറപ്പിയിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ PG കഴിഞ്ഞ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് 10 ഇയേഴ്സെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ അണ്ടറിൽ സൈക്കോതെറപ്പിയിൽ ട്രെയിനിങ് എടുക്കുക എന്നതാണ് ഇതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. മെൻ്റൽ ഹെൽത്തിൻ്റെ ഫീൽഡിൽ കുറേ വർഷങ്ങളായിട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സെൻ്ററാണ് ഡോക്ടർ പാലന്തറ സെൻറ്റർ ഫോർ മൈൻഡ്ഫുൾ ലിവിങ്. അവിടെ ഫൗണ്ടറും ചീഫ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പ്രജീഷ് പാലന്തറിൻ്റെ അണ്ടറിൽ ഓൾമോസ്റ്റ് 17 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള സൈക്കോളജിസ്റ്റിൻ്റെ അണ്ടറിൽ ഇൻറ്റൻസീവ് കോഴ്സ് ഓൺ CBT എന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാം ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാനും അല്ലെങ്കിൽ അതിൻ്റെ തെറപ്പി രീതികളും അതിനോടൊപ്പം അതിൻ്റെ തിയറിയും വളരെ സിമ്പിളും ഇൻഡെപ്തുമായിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. ആരൻ ടി ബെക്ക് CBTനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ഒരു റാഷണലായിട്ട് വ്യക്തി എങ്ങനെയാണ് ഇറാഷണൽ രീതിയിലേക്ക് മാറുന്നത്, ഈ ഇറാഷണൽ ചിന്താഗതി എങ്ങനെയാണ് നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിലേക്ക് ലീഡ് ചെയ്യുന്നത്, ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നെഗറ്റീവ് തോട്ട്സ് വന്ന് അത് നമ്മുടെ ഇമോഷൻസിനെയും ബിഹേവിയറിനെയും എഫക്റ്റ് ചെയ്യുന്നത് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്ന രീതിയിലും അതുപോലെ നെഗറ്റീവ് തോട്ട്സിനെ സയൻറ്റിഫിക് രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സോക്രാറ്റിക് ഡയലോഗ് വഴി നമ്മൾ അതിനെ റാഷണൽ തോട്ടിലേക്ക് ലീഡ് ചെയ്യുകയും അതുപോലെ CBTയുടെ പല ഫേസസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ കോഴ്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. PG ഇൻ സൈക്കോളജി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ഓർക്കുക, നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും ഞങ്ങളുണ്ട്.